നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി. തെരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. മീനാക്ഷി പാലത്തിൽ നിന്നും 1 കിലോമീറ്റർ താഴെ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ബംഗാൾ സ്വദേശി രാകേഷ് ഗുജെയ്തിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. നിർമ്മാണ കമ്പനിയുടെ സർവേയറാണ് രാകേഷ് ഗുജെയ്ത്. മൃതദേഹം രാകേഷിന്റെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കള്ളാടിയിലെ തെരച്ചിൽ ഇന്ന് 4ാം ദിവസമാണ്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ 3 മൃതദേഹം ലഭിച്ചിരുന്നു. കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാത നിർമ്മാണം നടത്തുന്ന കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ് കോണിന്റെ തൊഴിലാളികളാണ് ദുരന്തത്തിൽപ്പെട്ടത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. മന്ത്രിമാരായ AP അനിൽകുമാർ, അഡ്വക്കേറ്റ് T സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. പദ്ധതിയുടെ മേൽനോട്ട ചുമതലയുള്ള കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഇന്ന് ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കും. അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച ഇരട്ട അന്വേഷണത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. വിദഗ്ധ സമിതിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഗുരുവായൂർ ചൊവ്വല്ലൂർപ്പടിയിൽ സ്കൂട്ടർ ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചൊവ്വല്ലൂർപ്പടി ലക്ഷ്മി നിവാസിൽ വസന്തകുമാറിനാണ് പരിക്കേറ്റത്. രാത്രി 8:30യോടെയാണ് അപകടമുണ്ടായത്. വസന്തകുമാർ ബൈക്ക് റോഡരികിൽ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു. ഈ സമയം പുറകിൽ വന്ന സ്കൂട്ടർ ഇടിച്ചിട്ട് നിർത്താതെ പോയി. റോഡിലേക്ക് തെറിച്ചു വീണ വസന്തകുമാറിനെ ആക്ട്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് NSS യൂണിറ്റ് 048ന്റെ നേതൃത്വത്തിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് അവബോധത്തിന്റെ ഭാഗമായി ഗോൾ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥിനികളിലും അധ്യാപകരിലും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. പരിപാടിയുടെ ഭാഗമായി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി ഷൂട്ടൌട്ട് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. മത്സരത്തിൽ വിജയികളായവർക്ക് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ജെ ബിൻസി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് സ്വച്ഛതാ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം, മാലിന്യ സംസ്കരണത്തിലെ ഉത്തരവാദിത്വം, ശുചിത്വ ശീലങ്ങളുടെ ആവശ്യകത എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ നിതീഷ് VJ നേതൃത്വം നൽകി. വിദ്യാർത്ഥിനികളും അധ്യാപകരും നേതൃത്വം വഹിച്ചു. ഏറ്റവും കൂടുതൽ സ്കൈ ഡൈവിംഗ് നടത്തിയ ഏക മലയാളിയായിരിക്കുകയാണ് പെരുമ്പിലാവ് സ്വദേശി. 13,000 അടിയിൽ നിന്നും 505 തവണ ചാടിയാണ് അബ്ദുൾ റഹ്മാൻ ഈ നേട്ടം കരസ്ഥമാക്കിയത്. ഡിസംബർ 5-നായിരുന്നു ആദ്യ ചാട്ടം. കഴിഞ്ഞ ജൂൺ 20-ന് 505ാമത്തെ ചാട്ടവും നടത്തി. 500 സ്കൈ ഡൈവിംഗ് പൂർത്തിയാക്കിയവർക്ക് ലഭിക്കുന്ന D ലെവൽ സർട്ടിഫിക്കറ്റും അജ്മൽ നേടി. ലൈസൻസ് ആണ് അവരുടെ ഫസ്റ്റ് ലക്ഷ്യം. അതായത് ഈ സ്പോർട്ടിനെ കുറിച്ച് അറിയാനാണെങ്കിലും ഈ സ്പോർട്ട് നമുക്കൊന്ന് ലൈസൻസ് കിട്ടുക എന്നുള്ളത് ലൈസൻസ് ആണ്. അതിന് ഏകദേശം 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ചെലവ് വരും. നമ്മൾ റിപ്പീറ്റോ, അതായത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കാശ് കൊടുത്താലേ ഡ്രൈവിംഗ് ലൈസൻസിന് അവർ ടെസ്റ്റിന് ഇരുത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിനും ഓരോ ലെവൽ പാസ്സായില്ലെങ്കിൽ അത് നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് ഇതാക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബഫറായിട്ട്, അത് ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ ഒരു 6 ലക്ഷം എന്ന് പറയണം, ഒരു റൗണ്ട് ഫിഗർ പറയുകയാണ്. ഇപ്പോൾ സ്കൈ ഡൈവിംഗ് പരിശീലകനാണ്. അടുത്ത ലക്ഷ്യം സ്കൈ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ ആകുകയാണ്. ഹൈദരാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ബിരുദം പഠിച്ചിറങ്ങിയ അജ്മലിന് ആദ്യം ആകാശചാട്ടം ആഗ്രഹവും ഹരവുമായിരുന്നെങ്കിലും പിന്നീട് കഠിന പരിശീലനത്തിലൂടെ ഉയരങ്ങളിലെത്തുകയായിരുന്നു. അതായത് സ്കൈ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു എയർപോർട്ടിൽ നിന്ന് എയർക്രാഫ്റ്റിൽ കയറി 13,000 അടിയിൽ പോകുന്നു. എന്നിട്ട് അവിടുന്ന് നമ്മൾ ജമ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ഫോളിലാണ് നമ്മുടെ മൊത്തം കളികളും. അതായത് നമുക്ക് മറ്റേ തൊട്ടുകളി കളിക്കുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അതിൽ തന്നെ കുറെ മാനുവേഴ്സ് ഉണ്ട്. ബെല്ലി ഉണ്ട്, സിറ്റ് ഫ്ലൈ ഉണ്ട്, അല്ലെങ്കിൽ ട്രാക്കിംഗ് ഉണ്ട്. ട്രാക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നത്.
പരിശീലനത്തിന്റെ ഭാഗമായും ഫോട്ടോകൾ പകർത്താനായി നടത്തിയ ചാട്ടങ്ങളാണ് 505. ഇവയെല്ലാം ഡൈവിംഗ് ലോഗ് ബുക്കിൽ അടയാളപ്പെടുത്തും. ലൈസൻസ് ഉള്ള ഇൻസ്ട്രക്ടറാണ് നേട്ടം സീലും ഒപ്പും സഹിതം രേഖപ്പെടുത്തേണ്ടത്. ലൈസൻസ് ആണ് അവരുടെ ഫസ്റ്റ് ലക്ഷ്യം. അതായത് ഈ സ്പോർട്ടിനെ കുറിച്ച് അറിയാനാണെങ്കിലും ഈ സ്പോർട്ട് അതായത് നമുക്കൊന്ന് ലൈസൻസ് കിട്ടുക എന്നുള്ളത് ലൈസൻസ് ആണ്. അതിന് ഏകദേശം 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ ചെലവ് വരും. നമ്മൾ റിപ്പീറ്റോ, അതായത് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കാശ് കൊടുത്താലേ ഡ്രൈവിംഗ് ലൈസൻസിന് അവർ ടെസ്റ്റിന് ഇരുത്തുള്ളൂ. അതേപോലെ തന്നെ ഇതിനും ഓരോ ലെവൽ പാസ്സായില്ലെങ്കിൽ അത് നമ്മൾ വീണ്ടും പൈസ കൊടുത്ത് ഇതാക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബഫറായിട്ട്, അത് ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ ഒരു 6 ലക്ഷം എന്ന് പറയണം, ഒരു റൗണ്ട് ഫിഗർ പറയുകയാണെങ്കിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പാരച്യൂട്ട് അസോസിയേഷൻ ഡി ലെവൽ ലൈസൻസ് നൽകിയത്. ഒരുമിച്ച് ചാടുന്നവർ ഒരു സ്ഥലത്ത് സംഗമിക്കണം, പരസ്പരം കൈകൾ തൊടണം, പിന്നീട് അകന്നു പോകണം. അകന്നുപോയ ശേഷമേ പാരച്യൂട്ട് തുറക്കാവൂ, അല്ലെങ്കിൽ പരസ്പരം പിണഞ്ഞ് അപകടമുണ്ടാകും. കമിഴ്ന്നു കിടന്നു വേണം താഴേക്ക് പതിക്കാൻ. 40,000 അടി ഉയരെ പാരച്യൂട്ട് തുറക്കണം. ചാട്ടത്തിൽ സംസാരം പറ്റില്ല. കൈവിരലുകൊണ്ടുള്ള ആംഗ്യമാണ് ഭാഷ. ഇക്കാര്യങ്ങളെല്ലാമാണ് ട്രെയിനറായ അജ്മൽ പഠിപ്പിക്കുന്നത്. കൂടെ ചാടിയാണ് പരിശീലനം. വിനോദത്തിനായുള്ള ചാട്ടക്കാരെ കെട്ടിപ്പിടിച്ചുള്ള ചാട്ടം നടത്താറായിട്ടില്ല. ഇതാണ് മെയിൻ പാരച്യൂട്ട്. ഇതൊക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ഈ മെയിൻ പാരച്യൂട്ട് ഓപ്പൺ ആക്കുക ഏത് ഹൈറ്റിലാണ് എന്നൊക്കെ ഉള്ളത് കാണിക്കുന്ന ഒരു ഡിവൈസ് ആണ് അൾട്ടിമീറ്റർ. ഇതിൽ ഈ മഞ്ഞ ചുവപ്പ് എന്നൊക്കെ കാണിക്കുന്നത് ചുവപ്പ് ആവും തോറും ഡേഞ്ചർ ആണ്. നമ്മളൊരു മഞ്ഞയിലെങ്കിലും ഓപ്പൺ ചെയ്യണം. ഇതിന്റെ അഡ്വാൻസ് വേർഷൻ ആണ് ഇത്. അതായത് നമുക്ക് ഡിജിറ്റലായിട്ട്, ഇത് പക്ക അനലോഗാണ്, ഇത് ഡിജിറ്റല്. ഇനി ഇതിനും അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ ഓഡിയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു അൾട്ടിമീറ്ററും കൂടി ഉണ്ട്. ഇതിൽ നമുക്ക് ചെവിയിൽ പറഞ്ഞു തരും നമ്മൾ ഏത് അൾട്ടിയിലാണ് ഉള്ളതെന്ന്. അതായത് ഇപ്പോൾ ജമ്പ് ചെയ്യണത് ഇപ്പോൾ 13,000-ലാണെങ്കിൽ 13,000 എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഏതിലാണ് അലാറം പറയേണ്ടത് എന്നുള്ളത്. അതിന് ലൈസൻസ് ഉള്ള ഇൻസ്ട്രക്ടർ ആകണം. അതിനായുള്ള പരിശ്രമത്തിലാണ് 29-കാരനായ അജ്മൽ. 8 ലക്ഷത്തിന്റെയും 12 ലക്ഷത്തിന്റെയും പാരച്യൂട്ട് കയ്യിലുണ്ട്. 40,000, 80,000 എന്നിങ്ങനെ വില വരുന്ന ഹെൽമറ്റിൽ ഘടിപ്പിക്കാവുന്ന ക്യാമറയുമുണ്ട്. വിരമിച്ച അധ്യാപകരായ അബ്ദുറഹ്മാനും ടി.എ. മാജിദയുമാണ് മാതാപിതാക്കൾ. ഹിബ ജാസ്മിൻ ഭാര്യയാണ്. അതായത് ഇപ്പോൾ എന്നോട് തുടങ്ങുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ കൊണ്ടൊന്നും പറ്റൂല, അല്ലെങ്കിൽ ഒക്കാത്ക ബാഹർ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയ വേറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ നമ്മൾ ചലഞ്ച് ഏറ്റെടുത്ത് ഇതുവരെ എത്തി. ഇനിയും FFI ഇൻസ്ട്രക്ടർ ആവണം, അത് കഴിഞ്ഞ് ടാൻഡം ഇൻസ്ട്രക്ടർ ആവണം. പുതിയ കുട്ടികളെ ഇതിലോട്ട് ഇനിയും കൊണ്ടുവരാൻ പറ്റണം. ഈ സ്പോർട്ട് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ, അതായത് അടുത്ത് തന്നെ ഉള്ള പോയി വരാൻ പറ്റുന്ന പോലെ ആവണം. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഇന്ത്യയിൽ സ്കൈ ഡൈവിംഗ് ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള പോലെ തന്നെ കിട്ടണം. വായനാ ദിനത്തോടനുബന്ധിച്ച് പുസ്തകങ്ങളുടെ ആസ്വാദനം വിവരിക്കുന്ന റീൽ മത്സരത്തിൽ തെരഞ്ഞെടുത്ത 25 കുട്ടികൾക്കായി കളക്ടറേറ്റിൽ മീറ്റ് ദ കളക്ടർ പരിപാടി സംഘടിപ്പിച്ചു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ നിന്നും 8 കുട്ടികൾ പങ്കെടുത്തു. കുട്ടികളുമായി കളക്ടർ സമയം ചെലവഴിക്കുകയും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കേൾക്കുകയും ചെയ്തു. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.